മലയാളികളുടെ പ്രിയപ്പെട്ട മിമിക്രി കലാകാരനും നടനും ഗായകനുമൊക്കെയാണ് കലാഭവൻ നവാസ്. നടി രഹ്നയാണ് നവാസ് വിവാഹം ചെയ്തത്. ഇരുവരും ഒരുമിച്ച് സിനിമകളിലും സ്റ്റേജ് പരിപാടികളിലും പങ്കെടുത്തിട്ടുമുണ്ട്. ആദ്യമായി കണ്ടതിനെക്കുറിച്ചും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും. വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ അവർ തുറന്നു പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് രഹ്ന സംസാരിച്ചത്. നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിന്. അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കയാണ്. ആദ്യമേ രംഗപൂജ പോലെ ഡാൻസ് എന്റേതായിരുന്നു. അത് കഴിഞ്ഞൊരു പാട്ട്, ശേഷം സ്കിറ്റ്. അന്നുവരെ ഞാൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലെന്നാണ് രഹ്ന പറയുന്നത്. പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം. എന്നാൽ തന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂമും ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടി വന്നു. 9 ഡാൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഡാൻസിന്റെ വസ്ത്രമൂലം നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി. അന്ന് അവിടെ കൽപ്പന ചേച്ചിയുണ്ട്. ചേച്ചി ഗർഭിണിയാണ്. നിറവയറുമായി നിൽക്കുകയാണെങ്കിലും എന്നെ സഹായിക്കാൻ വന്നു. എന്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടുന്ന് ബ്ലേഡ് കൊണ്ടുവന്ന് കീറിത്തന്നു. അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി. നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ്. സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല. അതോടെ അവിടെയാകെ പ്രശ്നം തുടങ്ങി. ഈ നായിക എടുക്കണ്ടായിരുന്നു, ഭയങ്കര ജാടയാണെന്ന് എന്നെക്കുറിച്ച് നവാസിക്ക പറയുന്നത് ഞാൻ തന്നെ കേട്ടു. പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടോടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. ഈ സമയത്ത് നവാസിക്ക ചീത്ത പറയുന്നുമുണ്ട്. തിരക്കിട്ടോടുന്നത് കൊണ്ട് എൻ്റെ ചെവി മൊത്തം അടഞ്ഞു. നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ചയെന്ന് രഹ്ന പറയുന്നു. എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്നും നവാസ് പറഞ്ഞു. അന്ന് അവിടുന്ന് കണ്ട് രണ്ടാളും പിരിഞ്ഞു. പിന്നീട് രഹ്നയ്ക്കൊപ്പം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വീട്ടിൽ എനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുമുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാകുടുംബമാണ്. അങ്ങനെ വീട്ടിൽ സംസാരിച്ചു. ശേഷം 3 വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത്. ഇപ്പോൾ 18 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലൂടെ പോവുകയാണെന്ന് താരങ്ങൾ പറയുകയാണ്.